Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, ഒരു കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിനിമം നിങ്ങൾക്ക് ഒരു 4 മാർക്ക് അല്ലെ 5 മാർക്ക് കിട്ടും. മിനിമം അതിൽ കൂടുകയേ ചെയ്യുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. സോ നമ്മൾ ഇനി വരാൻ പോകുന്ന ഓണം എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം എല്ലാം അടിച്ചു പൊളിക്കും. മാത്തമാറ്റിക്സ് നമുക്ക് അടിപൊളിയാക്കണം. ഒരു മാസീവ് ഓഡിയൻസ് തന്നെ വരണം. സോ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ പോയി ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. പൊളിച്ചടക്കണം നമുക്ക്. മാത്തമാറ്റിക്സ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നമ്മൾ പറയാറുണ്ട് മാത്സ് എന്ന് പറഞ്ഞത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉറപ്പിച്ച് പറയുന്നു, സൈലം കാണുന്ന കുട്ടിക്ക് ഒന്നും അത് ടഫ് ഉണ്ടാവില്ല. അത്രക്കും കിടലായിട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ. സോ മക്കളെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചാപ്റ്റർ ഞാൻ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താ അറിയോ? ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളാ. ആ ചാപ്റ്ററിൽ 2 ആൾക്കാരല്ലേ, ആരൊക്കെയാണെന്നറിയോ? ഒന്ന് 2ഉം ഒന്ന് 5ഉം. ഇവര് നല്ല സുഹൃത്തുക്കളാ, കൂട്ടുകാരാ, ഭയങ്കര കൂട്ടുകാരാ. 2 ഉണ്ടെങ്കിൽ അവിടെ ഇരട്ട കുട്ടികളെ വരാ അല്ലെ? ചില ഇരട്ട കുട്ടികൾ ഉണ്ട് അല്ലെ? 2 ഉണ്ട്, ഒരാൾക്ക് വേണ്ടി തന്നെ മറ്റാൾക്ക് വേണം. അപ്പൊ 2 എവിടെയുണ്ടോ അവിടെ 5 വേണം. അതാണ് ഒരേ ബന്ധം. 5 എവിടെയുണ്ടോ അവിടെ 2 വേണം. അതാണ് വല്ല റിലേഷൻ. ഓക്കെ, രണ്ടാളും ഒരുമിച്ച് കട്ടൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ തന്ന ചോദ്യം നോക്കണേ. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികൾക്കും അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാം. 4 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. ഈ 4 ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പഠിക്കും. ഇതിന്റെ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ, നിങ്ങൾക്കറിയാം ഡെസിമൽ ഫോംസിൽ എഴുതണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒന്നെങ്കിൽ അടിയിൽ 10 ആവണം, അടിയിലെങ്കിൽ 100 ആവണം, ഇനി അല്ലെങ്കിൽ അടിയിൽ 1000 ആവണം, ഇനി അല്ലെങ്കിൽ അടിയിൽ 10000. അഥവാ 10ന്റെ മൾട്ടിപ്പിൾ 10, 10 സ്ക്വയർ, 10 ക്യൂബ്, 10⁴. ഈ രീതിയിൽ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ വന്നാലാണ് നമ്മൾ അതിനെ ഡെസിമൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടിയിൽ ഇപ്പൊ എന്താക്കണം? ഇവിടെ 5 ആള് നമുക്ക് 10 ആക്കണം, അല്ലെ 100 ആക്കണം, അല്ലെ 1000 ആക്കണം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ അടിയിൽ 5 ആള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 എവിടെ ഉണ്ടോ അവിടെ 2 വേണം. ഒരു കട്ട കമ്പനിയാണ്. അപ്പം അടിയിൽ 5 ഉണ്ട്, പക്ഷെ ആരില്ല? 2 ഇല്ല. അപ്പൊ 2 കൊണ്ട് ഗുണിക്കുക 2 ഭാഗത്തും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/10. മകളെ, അടിയിൽ എത്ര 0 ഉണ്ട് നോക്കാം? 1 0. മുകളിൽ എത്ര നമ്പർ ഉണ്ട് നോക്കാം? 1 നമ്പർ. അപ്പൊ നേരെ പോയിന്റ് കഴിഞ്ഞിട്ട് അതങ്ങ് എഴുതിയാൽ മതി. 0.2. 0.2 ആണ് 1/5 എന്ന് പറഞ്ഞാൽ. ഇത്ര ഉള്ളു ഐഡിയ. ഈ ഒരു ഒറ്റ ഐഡിയ ബാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവും. ഈ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് 1/5 ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനിയിപ്പോ ഇത് കാണേണ്ട ആവശ്യമല്ല, നമ്മൾ ലാസ്റ്റ് ചെയ്താൽ മതി. 1/5 സ്ക്വയർ എങ്ങനെ ചെയ്യാം? മക്കളെ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. അപ്പൊ നമുക്കറിയാം. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ്. അപ്പൊ ഇവിടെ 2 5 ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് 5ഉം 2ഉം ആണ് എപ്പോഴും കൂട്ടുകാർ. അപ്പൊ ഇവിടെ 2 5 ഉണ്ടെങ്കിൽ അവിടെ എത്ര 2 വരണം? 2 2 വരണം. അപ്പൊ അടിയിൽ 2 2 വരാണെങ്കിൽ മുകളിൽ 2 2 വരണം. ഇത്രയുള്ള ഐഡിയ. അപ്പൊ ആൻസർ എത്രയായി? 2 × 2 4, 5 × 5 25, 25 × 4 100 ആണ്. 4/100. ഇനി ട്രിക്ക് പറഞ്ഞേ. അടിയിൽ 2 5ഉം 2 2ഉം ആണെങ്കിൽ 1 കഴിഞ്ഞാൽ 2 0 ഉണ്ടാവും. 2 5 2 2 2 0. 3 5 3 2 ഗുണിച്ചു നോക്കും മക്കളെ. 1000 ആയിരിക്കും. 3 5 3 2 എത്രയ്ക്കും? 1 കഴിഞ്ഞിട്ട് 3 0. 3 5 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പൊ 1 കഴിഞ്ഞാൽ 3 0. അത് ട്രിക്കാണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് 1/5 സ്ക്വയറിന് എങ്ങനെ എഴുതാം? 1/5 നമുക്ക് 2/10 എന്ന് എഴുതാം. പ്ലസ് 1/5 സ്ക്വയറിന് നമ്മൾ എങ്ങനെ എഴുതാം? 1/5 സ്ക്വയറിന് 4/100 ആണ്. 4/100. 4/100. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? 2/10 നമ്മൾ 0.2 എന്ന് എഴുതി. അടിയിൽ 2 0 ഉണ്ട്, മുകളിൽ ഒരു നമ്പർ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. കാരണം മുകളിൽ ഒരു നമ്പറേ ഉള്ളൂ, അടിയിൽ 2 0 ഉണ്ട്. അപ്പം പോയിന്റ് കഴിഞ്ഞാൽ 2 നമ്പർ വേണം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. 0.2 പ്ലസ് 0.04. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ. അത്ര അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു A+ ലെവൽ ചോദ്യമാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഗ്യാരണ്ടി. മക്കളെ, അടുത്ത ചോദ്യം. 1/5 നമ്മൾ ചെയ്തു, 1/5 സ്ക്വയറും ചെയ്തു, ഇവിടെ ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/5 ക്യൂബാ. എത്ര കിട്ടാൻ നോക്കാം? 1/5 ക്യൂബ്. അപ്പൊ ഇവിടെ 3 5 ഉണ്ട്. അപ്പൊ 3 5 ഉണ്ടെങ്കിൽ എത്ര 2 വേണം? 3 2 വേണം. 3 2 5 × 5 × 5. അപ്പൊ 2 × 2 × 2. നല്ല രസമുള്ള കളിയാണല്ലോ. അപ്പൊ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കുക? 2 ക്യൂബ് കൊടുക്കുക. നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 2 × 2 × 2 8 ആണ്. സോ 8/. ഞാൻ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. 3 5 3 2 ഉണ്ടെങ്കിൽ അത് ഗുണിച്ചാൽ 1 ശേഷം 3 0 ഉണ്ടാവും.
1000. നിങ്ങൾ ഇനി ഗുണിച്ചു നോക്കിയൊന്നും വേണ്ട, നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കേണ്ട, നിങ്ങൾ അടിയിൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് സൈലത്തിന്റെ ക്ലാസ് കണ്ട ഇതുപോലെ ട്രിക്കുകളിലൂടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റുള്ള കുട്ടികളൊക്കെ ഒരുപാട് സമയം എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും. അതാണ് ട്രിക്ക്. ഒരുപാട് ട്രിക്ക് വരാൻ കേട്ടോ, ലൈവിൽ നമ്മൾ കിട്ടില്ല സാധനമായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ 8/1000, 8/1000 നമുക്ക് എന്ത് ചെയ്താം, 1 കഴിഞ്ഞിട്ട് 3 0 ഉണ്ട്, പക്ഷെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ നമുക്ക് 0 കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം, പക്ഷെ ഒരു നമ്പറേ നമ്മളെ കയ്യിലുള്ളൂ. അതുകൊണ്ട് 2 0 നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്ത് 0.08, 0.08. അപ്പൊ ഇതിന് ആൻസർ എത്രയ്ക്കും? ഇവിടെ പിള്ളേരുടെ ആൻസർ നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 0.24 ആ. ഇതിന് ആൻസർ എന്ത് ചെയ്താം? 0.24 പ്ലസ് 0.008 വേണേ കൂട്ടി വെക്കാം. 0.24 പ്ലസ് 0.008. അപ്പോൾ 842, 0.248, 0.248. സെറ്റ് അല്ലേടാ? ഐഡിയ ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? ഇത്രേ പഠിക്കേണ്ടുള്ളൂ. എത്ര 5 ഉണ്ട് നോക്കുക, അതിനനുസരിച്ച് 2 കൊടുക്കുക, അത്രേ ഉള്ളൂ. സെറ്റായി, ചാപ്റ്റർ കഴിഞ്ഞു. അത്രയാണ് മെയിൻ ആയിട്ട് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയുള്ള ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, മുകളിൽ ചെയ്ത് കഴിഞ്ഞു. 0.248 ആ. ഇത് നമുക്ക് ഒന്നും കൂടി ഇതിൽ ചെയ്യാനുള്ളൂ. 1/5^4. 1/5^4 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/5^4 4 5 ഉണ്ട്. അപ്പം നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും 4 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 2^4 പറഞ്ഞാൽ 16. 5^4 × 2^4. ചില ആൾക്കാർ ഇതൊക്കെ ഗുണിച്ച് കണ്ടത്. 5^4 പഠിച്ചാൽ 125 × 625, 625 × 16 കഷ്ടപ്പാടാ. ഒരു പണിയില്ല. 5 4 ഉണ്ട്, 5 2 ഉണ്ടെങ്കിൽ 4 0 ഉണ്ടാവും. ഗുണിച്ച് നോക്കി അങ്ങ് ഇതേ കിട്ടുള്ളൂ. സിമ്പിൾ സെറ്റപ്പാ. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കി നോക്കൂ. 1 കഴിഞ്ഞിട്ട് 4 0 ഉണ്ട്, പക്ഷെ 2 നമ്പറേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 4 നമ്പർ വേണം. അപ്പൊ 2 0 നമ്മളെ കയ്യിൽ നിന്ന് കിട്ടും. മുകളിലത്തെ നമ്പർ ലാസ്റ്റ് എഴുതാൻ പാടുള്ളൂ കേട്ടോ. 0.0016. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരാ? ഇവിടം വരെയുള്ള ആൻസർ എത്ര? 0.248 ആ. അതിനോട് എന്ത് ചെയ്തു? 1/5^4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0016. കൂട്ടി നോക്കൂ മക്കളെ. 0.248 പ്ലസ് 0.0016. ഇതാണ് ആൻസർ. 5 മാർക്ക് കേട്ടോ. 0.2496. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാ. ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് ആയി കാണുന്നത്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആയി കാണുന്നത്. 1/2 നേരെ തിരിച്ച് ചോദിച്ചു. 2 എവിടെ ഉണ്ടോ അവിടെ 5 ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 ആണെങ്കിൽ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 5/10 അല്ലേ? കാരണം ഒരു 2 ആണുള്ളത്, അപ്പൊ ഒരു 5 വേണം. 5/10 ആണ് 0.5. ആൻസർ ചെയ്യും. ഒന്നാമത്തെ ആൻസർ ആയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/2². ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു. 1/2² എങ്ങനെ ചെയ്യാം? 1/2² ഉണ്ട്. ഇനി ആ സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾ മനസ്സിലാവും. അതാണ് നിങ്ങളെ പ്രത്യേകത, അതാണ് ക്ലാസിന്റെ പ്രത്യേകത. ഐഡിയ മനസ്സിലാക്കിയാൽ ബാക്കി ഏത് ചോദ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും. സെറ്റ് അല്ലേടാ? ക്ലാസിന്റെ ഫീഡ്ബാക്ക് മറന്നു പോവാതെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന് ആൻസർ എന്ത് ചെയ്യാം? 1/2² × 5². അപ്പൊ 5² 25 ആണ്. 25/1 കഴിഞ്ഞിട്ട് 2 0. 0.25. അപ്പൊ ഇതിന് ആൻസർ എന്ത് ചെയ്താം? 0.5 പ്ലസ് 0.25 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.75 കിട്ടും. ഇതേപോലെ ഇതാ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ 1/2² കാണാനില്ല, പകരം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. 1/2 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 0.5 ആ. ഇനി 1/2³ കണ്ടുപിടിച്ചാൽ മതി. 1/2³ എങ്ങനെ കണ്ടുപിടിക്കുക? 1/2³ തന്നെ 1/2³ × 5³ അല്ലേ? മുകളിലും 5³ മക്കളെ. 5³ പറഞ്ഞാൽ 125 ആട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോക്കൂ. 5 5 × 5 25, 25 × 5 125. അടുത്ത് വേണേ 625 വേണേ ഓർത്ത് വെക്കാം. 2 കഴിഞ്ഞ് 2³ അപ്പൊ 3 0. സോ 0.125. ഇതിന് ആൻസർ എത്ര വരും? 0.125. കൂട്ടി നോക്കാം. 0.5 പ്ലസ് 0.125 526. സെറ്റല്ലേടാ? ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുമായിരിക്കും? ഇങ്ങനെ 1 മാത്രം ചോദിക്കും. ചിലപ്പോൾ എന്താക്കും? ഈ 1-ന് പകരം ചിലപ്പോൾ ഈ 1 മാത്രം ചോദിക്കും, 2-ന് മാത്രം ചോദിക്കും. ചിലപ്പോൾ അത് 2ഉം കൂടി കൂട്ടിയിട്ട് ഒരു ചോദ്യം ഉണ്ട്. ഇങ്ങനെ സിമ്പിൾ. 1/2³ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 1/2³ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 1/2³ × 5³ മുകളിലും 5³ കൊടുക്കാം. പ്ലസ് 1/5² നമുക്ക് എന്താക്കാം? 1/5² × 2² കൊടുക്കാം. ആൻസർ ആയി. 5³ പറഞ്ഞാൽ 125/2³ × 5³ 1000 പ്ലസ് 2² 4/100. ഈസി ആയില്ലേ? സോ ദ ആൻസർ ഈസ് 0.125 പ്ലസ് 0.125 പ്ലസ് 0.04. 0.04 5 6 1
0.165 ഇതാണ് അതിന്റെ ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതെന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പറയാട്ടോ. നിങ്ങളുടെ കമന്റുകളാണ് എപ്പോഴും നമുക്ക് ഊർജ്ജം തരുന്നത്. സോ എന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാണ്, ഷാഹിദ് റംസാൻ. സോ ബൈ, പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.